അതേ 1914 ഒക്ടോബറിലാണ് കോട്ടയത്ത് നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രാഗ്രൂപം രൂപീകരിക്കപ്പെട്ടത്. പ്രാഗ്രൂപം എന്ന് പറഞ്ഞ് പിന്നീടാണ് നായർ സർവീസ് സൊസൈറ്റി എന്നുള്ള സംഘടന കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തത്. ആദ്യം വേറെ പേരിലായിരുന്നു, നായർ ഭൃത്യ സംഘമായിരുന്നു. എന്നാൽ അത് രൂപീകരിക്കപ്പെട്ടത് ഒക്ടോബറിലാണെങ്കിൽ അതിനു മുമ്പ് ഏപ്രിൽ മാസത്തിൽ കോട്ടയത്ത് വെച്ച് നായർ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സമ്മേളനം നടന്നു. അതിന് ഭദ്രദീപം കൊളുത്തി ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ശ്രീനാരായണ ഗുരുദേവനായിരുന്നു. ഗുരുദേവനെ അതിൻ്റെ സംഘാടകർ ക്ഷണിച്ചത് ഈ ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ വെച്ചിട്ടാണ്. ഗുരുദേവനൊരു യാത്രയുടെ ഭാഗമായിട്ട് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ സംഘാടകർ ഗുരുദേവനെ ക്ഷണിച്ചതും ഗുരുദേവൻ സന്തോഷപൂർവ്വം പോയതും 2 ദിവസം പൂർണ്ണമായ സമ്മേളനത്തിൽ പങ്കെടുത്തതും. 1-ാം ദിവസം സ്റ്റേജിന് മുകളിലിരുന്നു, 2-ാം ദിവസം നാം താഴെ ഇരുന്ന് നിങ്ങളുടെ പ്രവർത്തനം മുഴുവൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് താഴെ ഇരുന്നു. ഒന്നാം ദിവസം ഗുരുദേവന്റെ തൊട്ടടുത്ത സീറ്റിൽ സരസകവി മൂലൂരുണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കുക. ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ, പ്രാചീനമായ അങ്ങേയറ്റത്തെ മഹത്വത്തിലിരുന്ന അവസ്ഥയിൽ നിന്ന് ഇടക്കാലത്തുള്ള അന്ധകാരത്തിലേക്ക് ആഴ്ന്നുപോയ നമ്മളെ വീണ്ടും കൈപിടിച്ചുയർത്തിയ മഹാപുരുഷന്മാരുടെ പ്രവർത്തനങ്ങൾ നടന്ന ഇടമാണിത്. ഈ ചരിത്രബോധം നമുക്കുണ്ടാവണം.